തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം ചെയ്യും. എന്തൊക്കെയാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം? റേഷൻ വ്യാപാരികൾ പറയുന്നു, കേന്ദ്ര സർക്കാർ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തെ ഈ വിവരം അറിയിക്കും എന്നുള്ളതാണ്. അതിൽ റേഷൻ വ്യാപാരികൾക്ക് തർക്കമില്ല. രണ്ടാമത്തത്, ഒരു ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്, അത് ഉപേക്ഷിക്കണം. ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അഥവാ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം ഉപേക്ഷിക്കണം. സർക്കാർ ഇത് അംഗീകരിച്ചു. കേന്ദ്രത്തെ ഈ വിവരം അറിയിക്കാമെന്ന് റേഷൻ വ്യാപാരികളോട് പറഞ്ഞു. 3, റേഷൻ വ്യാപാരികൾ പറയുന്നു, റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാർ അതും അംഗീകരിച്ചു. റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. പോയിന്റ് നമ്പർ 4, റേഷൻ വ്യാപാരികൾ പറയുന്നു, റേഷൻ വ്യാപാരി ക്ഷേമനിധി ശക്തിപ്പെടുത്തണം. സർക്കാർ പറയുന്നു അതും അംഗീകരിക്കാം. 4ാമത്തെ ആവശ്യവും സർക്കാർ അംഗീകരിച്ചു. 5ാമത്തെ ആവശ്യം കമ്മീഷൻ, അതാത് മാസം തന്നെ നൽകണം എന്നതാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം. 5ാമത്തെ ഈ പോയിന്റും സർക്കാർ അംഗീകരിച്ചു. പോയിന്റ് നമ്പർ 6, വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നതാണ് സർക്കാരിനോട് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സർക്കാർ പറഞ്ഞു അതിപ്പോൾ അംഗീകരിക്കാൻ ആവില്ല. അതായത് 6 ആവശ്യങ്ങളിൽ 5 ആവശ്യങ്ങളും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോഴില്ല. ധനപ്രതിസന്ധി കാരണം അത് ഇപ്പോൾ അംഗീകരിക്കാനാവില്ല. എന്നാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ധനാഭിവൃദ്ധി ഉണ്ടാവുന്ന ഘട്ടത്തിൽ വേതന പാക്കേജ് പരിഷ്കരിക്കുന്ന കാര്യം തീരുമാനിക്കാമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. എന്നാൽ ഈ നിലപാടിനോട് റേഷൻ വ്യാപാരികൾ വിയോജിച്ചുകൊണ്ട് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ച് സമരം ആരംഭിക്കും. സമരവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ജനം ബുദ്ധിമുട്ടുമോ എന്നതാണ് ചോദ്യം. ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡോക്ടർ അരുൺകുമാർ, സംസ്ഥാനം സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധം റേഷൻ സമരത്തിലേക്ക് പോവുകയാണ്. റേഷൻ വ്യാപാരികളുമായി ഇന്ന് ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും നടത്തിയ ചർച്ച പാളുന്നതായിരുന്നു കാഴ്ച. നേരത്തെ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ വേതന പാക്കേജ് പരിഷ്കരിക്കണം എന്ന ആവശ്യം ആവർത്തിച്ച് യോഗത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ അതിപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ധനമന്ത്രിയുടെയും നിലപാട്. നേരത്തെ ഭക്ഷ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ധനമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി ധനമന്ത്രിയുടെ ഉറപ്പിന്മേൽ ഒരു സമവായം ഉണ്ടാക്കാമെന്ന് ഭക്ഷ്യവകുപ്പ് കരുതിയത്. പക്ഷേ ധനമന്ത്രി പറഞ്ഞിട്ടും എപ്പോൾ മുതൽ വേതന പാക്കേജ് നടപ്പാക്കാൻ പരിഷ്കരിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് വ്യാപാരികൾ ചോദിച്ചത്. ചുരുങ്ങിയത് ഏപ്രിലെങ്കിലും അത് നടപ്പാക്കാനാകുമെന്നൊരു പ്രഖ്യാപനം നടത്താനാകുമെന്ന് ചോദിച്ചെങ്കിലും സർക്കാരും മന്ത്രിമാരും കൈമലർത്തി. ഇതോടെ സമരം മുന്നോട്ട് തന്നെ എന്ന നിലപാടിലേക്ക് എത്തി. ആദ്യഘട്ടത്തിൽ ഒരു യോഗം വിളിച്ച് സമരം വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാം എന്നൊക്കെ വ്യാപാരി സംഘടനകളുടെ നേതാക്കൾ ആലോചിച്ചെങ്കിലും പിന്നീട് പിന്നിലേക്ക് പോകണ്ട, മുന്നോട്ട് തന്നെ സമരം തുടരുക തന്നെ മാർഗം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ സാധനമില്ല എന്ന പരാതിയുണ്ട്. വാതിൽപ്പടി സേവനം നടത്തുന്നവർക്ക്, ലോറികളിൽ സാധനങ്ങൾ എത്തിക്കുന്നവർക്ക് കുടിശ്ശിക വലിയ തോതിൽ സംസ്ഥാന സർക്കാർ നൽകാനുള്ളതിനെ തുടർന്ന് വാതിൽപ്പടി സേവനം വിതരണക്കാർ ഇപ്പോൾ പ്രതിഷേധത്തിലും സമരത്തിലുമാണ്. അവർ സാധനങ്ങൾ എത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് കുറവുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ റേഷൻ കടകൾ തന്നെ പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് അനിശ്ചിതകാലത്തേക്ക് ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് പൊതുജനങ്ങളെ വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഭക്ഷ്യവകുപ്പിനും ഇതൊരു കറുത്ത പുള്ളിയായി മാറും എന്നും സർക്കാരിനും അറിയാം. ഇതെങ്ങനെയും സമരം പിൻവലിക്കാനും അനുനയത്തിനുമുള്ള ശ്രമങ്ങൾ തുടരാനാണ് ഭക്ഷ്യവകുപ്പിന്റെ ആലോചന.